ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത് ചോറ്റാനിക്കര. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലാണ് പുതിയ വീഡിയോസ് ഞാൻ ഉള്ളത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനമുള്ളൊരു സംഭവമാണ്. നിങ്ങൾ റൈഡിങ് ആണ്, നിങ്ങൾക്ക് കുറേ വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് കുറേ വീഡിയോസ് എടുക്കണം, ഷെയ്ക്കില്ലാണ്ട് നിങ്ങൾക്ക് കുറേ വീഡിയോസ് എടുക്കണമെങ്കിൽ ഞാനൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഫിറ്റ്പാർക്കിൻ്റെ ഈഗിൾ മാക്സ് എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. ഇതിൻ്റെ ലെൻസ് 170 ഡിഗ്രി ലെൻസാണ്, 7G ലെൻസാണ് ഉപയോഗിച്ചേക്കണത്. ഡിസ്പ്ലേ 2 LTPS ഡിസ്പ്ലേ ആണ്. അത് ഡബിൾ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 2 ഡിസ്പ്ലേ ഇതിലേക്കുണ്ട്, ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയാണ് 2 ഡിസ്പ്ലേ വെച്ചേക്കുന്നത്. ടച്ച് സ്ക്രീനാണ്, ഡുവൽ സ്ക്രീൻ, EAS സപ്പോർട്ട് ഉണ്ട്, ഓട്ടോമാറ്റിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഉണ്ട്, 6 ആക്സിസ് ഗൈറോസ്കോപ്പ് ഉണ്ട്. എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിൽ തന്നെ മൈക്ക് ഉണ്ട്. എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, എന്നാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വോയിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. HDMI സപ്പോർട്ടാണ്. ബാറ്ററി 1050 mAh ബാറ്ററിയാണ്. വാട്ടർ പ്രൂഫാണ്. 40 മീറ്റർ അടിയിലേക്ക് വരെ ഇത് വാട്ടർ പ്രൂഫാണ്. സ്റ്റോറേജ് 8 to 128 GB വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് സാധാരണ ഉപയോഗിക്കേണ്ടത് മൗണ്ടൻ ബൈക്കിൽ ഫിറ്റ് ചെയ്യാം, പിന്നെ കയാക്കിംഗ്, ഡൈവിങ്. ഇത് 30 മീറ്റർ അടിയിലേക്ക്, അതായത് 30-35 മീറ്റർ അടിയിലേക്ക് വരെ ഇത് സേഫായിട്ട് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യും. പാരാഗ്ലൈഡിങ്, പാരച്യൂട്ടുമായിട്ട് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ ഹെൽമെറ്റിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. മൗണ്ടൻ ക്ലൈംബിങ്, നമ്മൾ മലയുടെ മുകളിലേക്കൊക്കെ വലിഞ്ഞ് കയറുമ്പോൾ സേഫായിരിക്കണം, എന്നാലും വലിഞ്ഞ് കയറുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് ഇത് കിട്ടും. പിന്നെ ഇത് റെക്കോർഡ് ചെയ്യണത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇത് 4K റെക്കോർഡ് 384. ഹലോ, ഞാൻ കിട്ടിയ പാടെ തന്നെ അത് പൊട്ടിച്ചു. വേറൊന്നുമല്ല, വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. കിട്ടിയ പാടെ തന്നെ ഞാനത് വെട്ടിച്ചു. ഇതിൻ്റെ ഒപ്പം ഒത്തിരി ആക്സസറീസ് വന്നിട്ടുണ്ട്. ആക്സസറീസ് ഒരു പെട്ടി നിറയെ ആക്സറീസ്. ഇത് മൊത്തം ആക്സറീസ്, ഒരു പെട്ടി നിറയെ ആക്സറീസ്. ക്ലിപ്പ്, ഒരു എക്സ്റ്റേണൽ ഗാർഡ് വെയർ എന്ന് വേണ്ട മൊത്തം കുറേ ആക്സറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു എക്സ്റ്റേണലായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വീഡിയോ എടുക്കാനും, അതായത് ഫോട്ടോ ഷൂട്ട് ചെയ്യാനും നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു വയർലെസ്സിൻ്റെ റിമോട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ക്യാമറയിൽ ഓപ്പറേറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ സാധിക്കും. പിന്നെ എക്സ്റ്റേണൽ സ്ക്രീൻ തന്നിട്ടുണ്ട് അവർ, എന്ന് വെച്ചാൽ സ്ക്രീൻ പ്രൊട്ടക്ടർ, പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ അവർ തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ആക്സറീസ്, ബൈക്കിലേക്ക് മൗണ്ട് ചെയ്യുന്ന സംഭവം. അങ്ങനെ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു ചാർജിങ് കേബിള്, ഇതിപ്പോൾ ഒരു മാനുവൽ തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒപ്പം മാനുവലുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ സ്വിച്ച്, പാരാമീറ്റേഴ്സ്, അങ്ങനെ കംപ്ലീറ്റ് ഫോട്ടോസ് എടുക്കണം, 4K വീഡിയോ, HD എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരൊരു കാർഡ്, ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ബാറ്ററി നമുക്കിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കുറേ നേരം ബാറ്ററി ചാർജ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനൊരു എക്സ്ട്രാ ബാറ്ററിയും എക്സ്ട്രാ മൈക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂപ്പൺ പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിസ്കൗണ്ടിൽ അവർ സാധനം നമുക്ക് അയച്ചു തരും. ഇതിന് 1000-ന് മുകളിൽ വിലയുണ്ട്, പക്ഷേ ഇവരുടെ ഡിസ്കൗണ്ട് പ്രകാരം അങ്ങോട്ട് 600-700 റേറ്റേ വരുള്ളൂ ഇവരുടെ ഡിസ്കൗണ്ട് പ്രകാരം. എന്തായാലും പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കിയായിരുന്നു, നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുട്ടേജ് ഞാൻ ഇടുന്നതാണ്, നിങ്ങളത് കാണണം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ക്യാമറ മേടിച്ചോളൂ. ഞാൻ ക്യാമറ പരിചയപ്പെടുത്താം. ഇത് നോക്കിയേ, ഫിറ്റ്പാർക്കിൻ്റെ ക്യാമറയാണ്. അത് വാട്ടർ പ്രൂഫ് കേസിലാണ് ഓൾറെഡി വന്നത്. നമുക്ക് ക്യാമറ പുറത്തേക്ക് എടുക്കാം. ഇതാണ് അതിൻ്റെ വാട്ടർ പ്രൂഫ് കേസാണ്. ഇതിനുള്ളിലേക്കാണ് ക്യാമറ സേഫായിട്ട് ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഡൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ നീന്തണ ഇതിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് നീന്തി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വെള്ളം കയറില്ല. ഫുൾ എൻക്ലോസ്ഡ് ആണ്. ക്യാമറ ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമറയാണ്. നോക്കി, വളരെ ക്യൂട്ടായിട്ടൊരു ക്യാമറയാണ്. ബാക്ക് സൈഡ് ഉള്ളതുപോലെ തന്നെ ക്യൂട്ടായിട്ടൊരു ക്യാമറയാണ്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഫിറ്റ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫിറ്റ്പാക്കിൻ്റെ ഒരു എംബ്ലം വരുന്നതാണ്. അതിന് നല്ല ക്യൂട്ടായിട്ട് വളരെ ചെറിയ സ്ക്രീനിൽ റെക്കോർഡിങ് ഉള്ളതാണ്. നമുക്ക് ഈ M എന്ന് പറഞ്ഞ ഇതിൻ്റെ സൈഡിൽ 2 ബട്ടൺ ഉണ്ട്, പിന്നെ മുകളിൽ ഷൂട്ട് ബട്ടൺ ഉണ്ട്. നമ്മൾ ഈ M-ൽ പിടിച്ച് നമ്മൾ കുറച്ച് നേരം ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ, നമ്മൾ M-ൽ പിടിച്ച് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലേക്ക് വരും. അപ്പം നമുക്കിത് സെൽഫി എടുക്കാൻ ഉപയോഗിക്കാം. നമുക്ക് ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സെൽഫി എടുക്കാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കറക്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി സെൽഫി എടുക്കാനായിട്ട് നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കാം. മൊബൈലിൻ്റെ ബേസിൽ ഈ ക്യാമറ ഉപയോഗിക്കാം.
ഞാൻ മൊബൈലിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ക്യാമറ വയർലെസ് ആണ്. നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വെച്ച് ഈ ക്യാമറയായിട്ട് കണക്ട് ചെയ്ത് ഈ ക്യാമറയിലുള്ള കംപ്ലീറ്റ് ഫംഗ്ഷൻസ് നമ്മുടെ മൊബൈലിൽ കൺട്രോൾ ചെയ്യാം. അതായത് ഇത് എക്സ്റ്റേണൽ ആയിട്ട് ഇത് വൈഫൈ ഓൺ ചെയ്ത് നമ്മുടെ മൊബൈലായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി ഇതിൻ്റെ വീഡിയോ ഫുട്ടേജ് അങ്ങനെ എല്ലാം ഇതിൻ്റെ ഫുൾ കൺട്രോൾ നമുക്ക് മൊബൈലിൽ കിട്ടും. അതായത് മൊബൈൽ ഒരു റിമോട്ട് ആപ്ലിക്കേഷനായിട്ട് വർക്ക് ചെയ്യും. റിമോട്ടായിട്ട് വർക്ക് ചെയ്യും മൊബൈൽ. കംപ്ലീറ്റ് ഫുട്ടേജ് നമുക്ക് റെക്കോർഡ് ചെയ്യും. മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ പ്രിവ്യൂ മൊബൈലിൽ കാണാനും സാധിക്കുന്നതാണ്. ഞാൻ തിരിച്ച് ഫ്രണ്ടിലേക്ക് ഡിസ്പ്ലേ കൊണ്ടുവന്നു. ഇതിൽ ഓൾറെഡി മുകളിലൊരു ഷൂട്ട് ബട്ടൺ ഉണ്ട്. ഏറ്റവും മുകളിലൊരു ഷൂട്ട് ചെയ്യുന്ന ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ എം എന്നും പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് അതിൻ്റെ ഫംഗ്ഷൻ ആയിട്ടുള്ളതാണ്. ഒന്ന് ഇതിൻ്റെ പ്രിവ്യൂ എടുക്കാനായിട്ട്. ഇത് ഓൾറെഡി പ്രശ്നം ഞാൻ പറയുകയാണ്, ഇത് ടച്ച് സ്ക്രീനാണ്. ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ ടച്ച് ഉണ്ട്. നമുക്ക് ഫുൾ സെറ്റിങ്സ് സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. സോറി, അത് ബാക്കോട്ടായിട്ട് ഞാനിത് പഠിച്ചു വന്നുള്ളൂ ക്യാമറ, അതുകൊണ്ടാണ്. നമുക്കിതിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇട്ടേക്കണത് 180p 60 FPS റെക്കോർഡാണ് ഇട്ടേക്കണത്. നമുക്കത് മാറ്റി നമുക്കിതിൽ നോക്കാം. നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ എത്രയുണ്ടെന്ന് നോക്കാം. ഇതിൽ 180p 120 FPS ഉണ്ട്, 2.7K 30 FPS ഉണ്ട്, 4K 30 FPS ഉണ്ട്. ഈ 3 റെക്കോർഡിങ്ങിലും HD ആണ് വർക്ക് ചെയ്യുന്നത്. 4K HD ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 4K HD നമ്മൾ റെക്കോർഡ് ചെയ്യണ സമയത്ത് ഇതിലെ ബ്രോഷറിൽ മെയിനായിട്ട് ഇവർ എഴുതിയിട്ടുണ്ട്, ഇതിലിടുന്ന മെമ്മറി കാർഡ് എന്തായാലും U3+ ക്ലാസ് 10ൻ്റെ മുകളിലായിരിക്കണം. എന്ന് വെച്ചാൽ U3 ക്ലാസ് 10ൻ്റെ മുകളിലായാൽ മാത്രമേ ഇതിൻ്റെ 4K കറക്റ്റ് ഫുട്ടേജിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിന് മിസ്സിങ് വരും. ഞാൻ റെക്കോർഡ് ചെയ്യണം എന്തായാലും HD റെക്കോർഡ് ചെയ്യണേ. നമുക്ക് കൂടുതൽ സ്പേസ് വേണ്ട, വളരെ കുറച്ച് സ്പേസ് മതി. എന്നാലും ഒരു 32 GB മെമ്മറി കാർഡ് ഇട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നാൽ ഈ U3 ക്ലാസ് 10ൻ്റെ എബോവ് അതിൻ്റെ മുകളിലേക്കുള്ള വില കൂടിയ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പക്ക 4K വീഡിയോസ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കും. നല്ല വളരെ ക്ലാരിറ്റിയുള്ള 4K വീഡിയോസ് വയ്ക്കുന്നത്. ഞാൻ നോക്കിയായിരുന്നു, പക്ക ക്ലാരിറ്റിയാണ്, ഷെയ്ക്ക് ഒട്ടുമില്ല. നമ്മളിപ്പോൾ ബുള്ളറ്റിലാണ് ഞാൻ ഓടിച്ചു നോക്കിയത്. സാധാരണ ബുള്ളറ്റ് അറിയാലോ, മൊത്തം കുലുങ്ങിയാണ് പോണത്. ഈ ക്യാമറ വെച്ച പിന്നെ ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ബുള്ളറ്റിൽ ഓടിക്കുന്ന ഫുട്ടേജ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഷെയ്ക്കോ ഒന്നുമില്ല. അത് മാത്രമല്ല, നമുക്ക് ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ് 170 ഡിഗ്രി കംപ്ലീറ്റ് ആംഗിളിലാണ് നമുക്ക് വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ക ക്ലാരിറ്റിയിലും കൂടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻബിൽറ്റ് മൈക്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻബിൽറ്റ് മൈക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻബിൽറ്റ് മൈക്ക് അത്ര സൗണ്ട് പോരാ. ഞാൻ എക്സ്റ്റേണൽ റെക്കോർഡർ ഉപയോഗിച്ചാണ് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഇതിനൊരു എക്സ്റ്റേണൽ മൈക്കും കൂടെ നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ പറഞ്ഞതുപോലെ തന്നെ 2.7K FPS, 720p FPS, 720p 30 FPS, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇതിൽ നമുക്ക് ഇമേജ് റെസൊല്യൂഷൻ, റെക്കോർഡ് ഇമേജ് റെസൊല്യൂഷൻ, EAS ഉണ്ട്, വൈറ്റ് ബാലൻസ്, എക്സ്പ്ലോസർ, മേറ്ററിംഗ് മോഡ്, ഷാർപ്പ്നെസ്, വീഡിയോ ക്വാളിറ്റി, ISO, വാട്ടർമാർക്ക്, അങ്ങനെ എല്ലാ സംഭവം. ഇതിലൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, വൈഡ് ആംഗിളിൽ വീഡിയോ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വൈഡ് ആംഗിൾ, അതായത് നമ്മൾ പോണ സ്ഥലത്ത് മൊത്തം ഇമേജും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വൈഡ് ആംഗിളിൽ ഇട്ടാച്ചാൽ മതി. ഇപ്പം നമുക്കിപ്പോൾ സെൽഫിയാണ്, നമ്മളൊന്ന് ബ്ലോഗ് ചെയ്യുകയാണ്, നമ്മളിപ്പോൾ പരസ്പരം ഒന്ന് അഭിമുഖം പോലെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ മിഡിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടുപേരും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ചേ കിട്ടുള്ളൂ, ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നാരോ എന്ന് പറഞ്ഞ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നാരോയിൽ ഇട്ട് കഴിഞ്ഞാൽ നാരോയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് സൂം ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ കുറേ ആക്സറീസ് ഉണ്ട്. ഈ ആക്സറീസ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മൈക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ സൈഡിലൊരു പിടി, നമുക്ക് എന്തായാലും ഒരു സ്റ്റഡി ക്യാം പോലത്തെ ഒരു ഇത് വേണമല്ലോ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട്. ആ റെക്കോർഡ് ചെയ്യാനായിട്ട് സ്റ്റഡി ക്യാം ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഈ വാട്ടർ പ്രൂഫ് കേസിൻ്റെ ഉള്ളിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് ഇത് സേഫാണ്, ഫുൾ സേഫായിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഫുൾ സേഫായിട്ട് ഇരിക്കുമ്പോൾ അത് ക്ലിയർ. അത് സേഫായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിയൊന്നും കയറാണ്ട് നല്ല സേഫായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, സൂപ്പറാ. ഞാൻ ഓപ്ഷൻസിനെ പറ്റി വീണ്ടും പറയാം.
സ്ലോ മോഷൻ വീഡിയോ ഇതിൽ എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ സൈഡിലുള്ള ബട്ടൺ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ സ്ലോ മോഷൻ, ഏതായാലും 4 മണിക്കൂർ സ്ലോ മോഷൻ വീഡിയോ ഇത് എടുക്കാൻ സാധിക്കും. സ്ലോലി 180 പിക്സൽ 4x ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ തന്നെ ലൂപ്സ് വീഡിയോ എടുക്കാൻ സാധിക്കും. ടൈം ലൂപ്സ് വീഡിയോ ഇതിലുണ്ട്, അത് എടുക്കാൻ സാധിക്കും. ഞാൻ വേറൊരു വീഡിയോയിൽ ടൈം ലൂപ്സ് വീഡിയോ ടൈം ലൂപ്സ് വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് ടൈം ലാപ്സ് വീഡിയോ, സാധാ ഫോട്ടോ ഇമേജ്. ഇതിൻ്റെ റെസൊല്യൂഷൻ വന്നത് ഇത് 60 MB ആണ്. ഇതിൽ 60 അല്ല 16 MB ആണ് ഇതിൻ്റെ ക്ലാരിറ്റി. ആദ്യം 16 പിക്സലിലാണ് ഇത് റെക്കോർഡ് ചെയ്യണത്, HD റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓഫ് ചെയ്ത് ഇതിൻ്റെ ബാറ്ററി ഇടുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. അതിൻ്റെ ഉള്ളിലാണ് ഒരു ചെറിയൊരു ബാറ്ററിയാണ് തരുന്നത്. ചെറുതാണെന്ന് വെച്ച് നല്ല പവർഫുൾ ബാറ്ററിയാണ്. ഫിറ്റ്പാർക്കിൻ്റെ ഏകദേശം 1050 mAh 1050 mAh ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റി ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തതിൽ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ഇത് അടുപ്പിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാറ്ററി സെപ്പറേറ്റ് ഓർഡർ ചെയ്യണമെന്നൊന്നുമില്ല, ഓക്കെയാണ്, വേറെ സീനൊന്നുമില്ല. പിന്നെ ക്യാമറയിൽ കൊടുത്തേക്കണ പോലെ തന്നെ അടിയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റഡി ക്യാമിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുട്ടേജ് അപ്പോൾ സൂപ്പർ ഫുട്ടേജാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പൈസ ഒന്നും മുടക്കിയില്ല, വളരെ കുറച്ച് പൈസ മുടക്കിയുള്ളൂ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇതിന് വളരെ വിലക്കുറവാണ്. ഞാൻ വളരെ കുറച്ച് പൈസ. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ നമ്മൾ വില കുറച്ച് സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള പേടിച്ചാണ് ഞാൻ എടുത്തത്. പക്ഷേ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത കാശിന് എനിക്ക് ഹാപ്പിയായി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുത്ത കാശിനുള്ള ഫുട്ടേജ്, അത് വീഡിയോ ഫുട്ടേജ് ഇത് എടുത്തു തരണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കിട്ടലിനായിട്ട് പിക്സലാണ് ഇത് എടുത്തത്. നല്ല ക്ലാരിറ്റിയിലാണ് കിട്ടുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടാം. ഞാൻ ഇപ്പോൾ 3-4 തവണ പറയണത്, അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ എൻ്റെ ഫുട്ടേജ് ഇടുന്നതാണ്. അപ്പോൾ ശരി.